അറേബ്യൻ വിഭവമായ ചിക്കൻ മദ്ഹൂത്താണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ മദ്ഹൂത്ത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം സവാളയാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 2 സവാളയും കട്ട് ചെയ്ത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തതായിട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ 3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ഇപ്പൊ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തക്കാളിയുടെ കുരു കളയാതെ തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. അടുത്തത് ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തത് ക്യാപ്സിക്കവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അൽഫാമിനൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സൈസിലാണ് കേട്ടോ ഞാനിവിടെ ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തത് മദ്ഹൂത്ത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 ഗ്ലാസ് സെല്ല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് കഴുകി കുറച്ചു നേരം കുതിർത്ത് വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മല്ലി, 2 കഷ്ണം പട്ട, 6 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു വലിയ ബേ ലീഫ്. ഇനി നമുക്ക് ചിക്കൻ മദ്ഹൂത്ത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റ് ഓയിലുകളും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്പൈസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ക്യാപ്സിക്കം, അടുത്തതായി നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിരുന്നല്ലോ, ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അറബിക് മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് 2 മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ആദ്യത്തെ ഒരു 4-5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിക്കനും ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച സെല്ല റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ റൈസ് വേകാനായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2.5 ഗ്ലാസ് സെല്ല റൈസിന് ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. പിന്നെ വേവിക്കുന്ന സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ മദ്ഹൂത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അറേബ്യൻ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.